ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ക്ലയൻറ്റ് ഈയിടെയായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന ഒരു കാര്യം, സർ, അവന് എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അടിയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ എനിക്ക് ചില സമയത്തൊരു ഗട്ട് ഫീൽ വരും, അവൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. എനിക്കത് എങ്ങനെയാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുക എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള കുറച്ച് സയൻസാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമതായിട്ട്, ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കണം അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ നമുക്ക് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ അവരുടെ പുറകെ ഇങ്ങനെ ബെഗ് ചെയ്ത് പോവുക, അവരെ നന്നായിട്ട് ചേസ് ചെയ്യുക, ഇത്തരം ഒരു മാനസികാവസ്ഥയിലാണോ നിങ്ങൾ? അല്ലെങ്കിൽ സിറ്റുവേഷൻ അതാണോ? നിങ്ങൾ ബെഗ് ചെയ്യേണ്ട ഒരവസ്ഥയാണോ നിങ്ങൾക്ക് സ്നേഹം കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങളെന്ന് ശ്രദ്ധിക്കാൻ, നിങ്ങളെന്ന് കെയർ ചെയ്യാൻ, നിങ്ങളെന്ന് വിളിക്കാൻ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഇനി രണ്ടാമത്തെ ഒരു ക്ലിയർ ആയിട്ടുള്ള സൈൻ എന്ന് പറയുന്നത്, അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഥവാ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരെ കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തരിക, ഇങ്ങനെയുള്ള ഒരു ബിഹേവിയറൊക്കെ അവരുടെ ഭാഗത്ത് നിന്നും കാണും. യാതൊരു വിധത്തിലും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പണം മുടക്കുന്നേ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ആദ്യം മുടക്കിയിരുന്നു പക്ഷെ ഇപ്പം മുടക്കുന്നില്ല എങ്കിൽ, അവന് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, അവൻ നിങ്ങളെ ഒന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ, എടാ ഇന്ന് രാത്രി വിളിക്കോ അല്ലെങ്കിൽ മോർണിംഗ് വിളിക്കോ എന്നുള്ളത് അങ്ങോട്ട് ചോദിക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ട് നീ എന്താ റിപ്ലൈ ചെയ്യാത്തത് എന്നുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരിക. അതല്ലെങ്കിൽ അടുത്ത ആഴ്ചയെങ്കിലും നമുക്കൊന്ന് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമോ? അങ്ങനെ കോളിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മെസ്സേജിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാൻ അവർ സമയം കണ്ടെത്തും, നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാൻ സമയം കണ്ടെത്തും. ഇനിയിപ്പോൾ ടെക്സ്റ്റിംഗ് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ വിളിക്കാൻ ഇഷ്ടം കുറവുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ടെക്സ്റ്റ് ചെയ്യും അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരായിട്ട് സമയം കണ്ടെത്തും, അവരതിന് മുൻകൈ എടുക്കും എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങളും ലഭിക്കുന്നില്ല, നിങ്ങൾ അതിനു വേണ്ടി ബെഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനാണ്, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സൈനായിട്ട് പറയുന്നത്, അവന് നിങ്ങളെക്കാൾ പ്രധാനപ്പെട്ട ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ആ ഗേൾ ഫ്രണ്ട്സ് ഒന്നും മേ ബി ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളായിരിക്കത്തില്ല. അവർ ബാഡ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അവരുടെ പെരുമാറ്റത്തു നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞതായിക്കോട്ടെ, എന്താണെങ്കിലും ബാഡായിട്ടുള്ള ഗേൾസിൻ്റെ കൂടെയാണ് എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം അവന് നിങ്ങളോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മളെക്കാൾ കൂടുതൽ പ്രയോറിറ്റി ഫ്രണ്ട്സിന് കൊടുക്കുക. ഫ്രണ്ട്സിന് അവരുടെ കൂടെ പോകാനോ സംസാരിക്കാനോ മിങ്കിൾ ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. പക്ഷേ നമ്മളെക്കാൾ പ്രാധാന്യം സുഹൃത്തുക്കൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവന് നിങ്ങളോട് ഇഷ്ടക്കുറവുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതുപോലെ തന്നെ ചില ടൈപ്പ് ഓഫ് ആളുകളുണ്ട്, അവർ നിങ്ങളായിട്ട് നല്ല അറ്റാച്ച്ഡ് ആവും. എപ്പോൾ മാത്രം അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഭയങ്കര കമ്പനി ആയിരിക്കും. ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തിന് ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസയുടെ ആവശ്യം വരുന്ന സമയത്ത് അപ്പോൾ വീണ്ടും ആ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യും. അങ്ങനെ സാമ്പത്തികമായിട്ട് നിങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചില ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ഒരു യഥാർത്ഥ സ്നേഹമല്ല, യഥാർത്ഥ പ്രണയമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടി മാത്രമാണോ അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ അവർ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കും, മറ്റുള്ള സ്ത്രീകളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുക. അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടക്കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ കമ്പയർ ചെയ്യുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ല എപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്ത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇഷ്ടക്കുറവ് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ 7 ക്ലിയർ ആയിട്ടുള്ള സൈനാണ് ഞാൻ പറഞ്ഞത്. ഈ 7 സൈൻസും ഉണ്ടെങ്കിൽ ഇതിൽ 1ഓ 2ഓ ഉണ്ടെന്ന് കരുതി തീരെ ഇഷ്ടമല്ല എന്ന് നമ്മൾ മുദ്ര കുത്തരുത്. നമ്മൾ ഒരു 5ലധികം സൈൻസ് ഒക്കെ ഒരു വ്യക്തിയിൽ കാണുന്നുണ്ടെങ്കിൽ അവന് നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഇനി നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം, ഒന്നുകൂടി ബോണ്ടിങ് വരണം, കെമിസ്ട്രി വരണം, ഒന്ന് പഴയ രൂപത്തിലായി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ, അതൊരുപാട് നാൾ നീണ്ടു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, നമസ്തേ. ചേച്ചി ഭയങ്കര ഹാപ്പി ഉണ്ട് കേട്ടോ. ഞാൻ ഇത് മെസ്സേജായിട്ട് ഓഫീസിൽ എത്തിയിട്ട് അയക്കാം, അതാകുമ്പോൾ കുറച്ച് എനിക്ക് സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ കിട്ടും. ഇപ്പം മറ്റേത് ആഗ്രഹിച്ച പോലെ തന്നെ ആയിട്ടോ, തേർഡ് പാർട്ടി ഒന്നുമില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. അതില്ലയെന്ന് ആളുടെ വായ കൊണ്ട് തന്നെ പറഞ്ഞു. പിന്നെ ഞാനില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞ്, അവരുടെ അമ്മയെപ്പോലെ തന്നെയാണ് എനിക്കും എന്നെയും രണ്ടുപേരും വേണമെന്ന് പറഞ്ഞ് ഇപ്പം ഡെയിലി വിളിക്കാറുണ്ട്. പണ്ട് എങ്ങനെയാണോ സ്നേഹിച്ച് അതേപോലെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ മുമ്പത്തേക്കാളും എന്താ പറയുക, സ്നേഹം അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ പണ്ടത്തെ ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഭാഗ്യമാണ് നിന്നെ കിട്ടിയത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒന്നും ചെയ്തില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. പക്ഷേ നമുക്കിങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഞാൻ ഒന്ന് അങ്ങോട്ട് പറയുകയോ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ സഡൻലി ഇങ്ങനെ അയച്ചു തരിക ചെയ്തേ ഒരു വീഡിയോ. എത്ര അടി ഉണ്ടാക്കിയാലും പിന്നെയും വരുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ അയച്ചു. അപ്പോഴും ഞാൻ റിപ്ലൈ കൊടുത്തില്ല. പിന്നെയാണ് വിളിച്ചിങ്ങനെ സംസാരിച്ചത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇതിനിപ്പോൾ നാളെ വീണ്ടും ഇങ്ങനെ മിണ്ടാതെ ആവാനായിരിക്കും എന്ന് പറഞ്ഞാൽ അധികം പോയില്ല. പക്ഷെ ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നുണ്ട്. ഇനി അത് സ്റ്റോപ്പ് ആവില്ല. എന്താണെങ്കിലും താങ്ക്സ് കേട്ടോ, കുറേ താങ്ക്സ്. എനിക്ക് ചേച്ചിയോട് പറഞ്ഞ് അപ്പം തന്നെ എനിക്കത് മാറും, എന്ത് ബ്ലോക്കാണെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പ്രാർത്ഥനയുടെ ഫലമായിരിക്കുന്നു. ഞാൻ എന്തായാലും വലിയൊരു മെസ്സേജ് തന്നെ ഇടാം കേട്ടോ. താങ്ക് യു സോ മച്ച്.